നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. സുഭദ്ര വധക്കേസ് പ്രതികൾ അന്വേഷണം നടക്കുന്നതിനിടെ പോലീസ് അറിയാതെ തിരിച്ച് കൊച്ചിയിലെത്തി. സുഭദ്ര വധക്കേസ് പ്രതികൾ അന്വേഷണം നടക്കുന്നതിനിടെ പോലീസ് അറിയാതെ തിരിച്ച് കൊച്ചിയിലെത്തി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം കരിത്തല റോഡ് ശിവകൃപയിൽ സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം കർണാടകയിലേക്ക് കടന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസും ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ഷർമിളയുമാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എത്തിയത്. കൊച്ചിയിൽ ഒളിവിൽ താമസിച്ച പ്രതികൾ വീണ്ടും കർണാടകയിലേക്ക് പോയപ്പോൾ മണിപ്പാലിന് സമീപം പോലീസ് പിടിയിലാകുകയായിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെ ഇരുവരും കേരളത്തിൽ തിരിച്ചെത്തിയത് പോലീസിനെയും ഞെട്ടിച്ചു. കൊച്ചിയിൽ ഷർമിള മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തെ ചില പരിചയക്കാരാണ് ദമ്പതികൾ മണിപ്പാലിലേക്ക് ട്രെയിനിൽ പോയെന്ന വിവരം കൈമാറിയത്. ഇരുവരെയും പോലീസ് ആലപ്പുഴയിൽ എത്തിച്ചു. ആരും തിരിച്ചറിയാതിരിക്കാൻ കണ്ണട വെച്ചായിരുന്നു പ്രതികളുടെ യാത്ര. മാത്യൂസിനെയും ഷർമിളയെയും ചോദ്യം ചെയ്ത ശേഷം കസ്റ്റഡിയിലുള്ള മാത്യൂസിന്റെ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷിക്കുന്ന വിവരം അറിഞ്ഞ് ഇരുവരും ഉടുപ്പിയിലേക്ക് കടന്നു. പോലീസ് ഉടുപ്പിയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തുമ്പോൾ 24-ന് നാട്ടിൽ തിരിച്ചെത്തി. പോലീസിന് വിവരം ലഭിച്ചപ്പോൾ കൊച്ചിയിലേക്ക് പോയി. സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് മുൻപേ പ്രതികളെ തേടി പോലീസ് ഉടുപ്പിയിലെത്തിയിരുന്നു. പ്രതി ഷർമിളയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉടുപ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും UPI ഇടപാട് വഴി പണം എത്തിയതിന്റെ വിവരം ലഭിച്ചതാണ് അവിടെ അന്വേഷണത്തിന് പോകാൻ കാരണം.